ഞാൻ റാൻഡമായിട്ട് കണ്ടൊരു വീഡിയോ ആണ്. നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക്. സോ ബേസിക്കലി മണ്ണാർക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പുതുതായിട്ട് ജനിച്ച ഒരു ന്യൂ ബോൺ ബേബിക്ക് വാക്സിൻ കൊടുത്തതിൻ്റെ പേരിൽ കുട്ടിയുടെ പേരൻറ്റ് ഡോക്ടറിനെ ഭീഷണിപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമല്ലോ, നിങ്ങളെ ഞാൻ എടുത്തോളാം ടൈപ്പ് ഡയലോഗൊക്കെ അയാൾ അടിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം തോന്നിയതെന്ന് വെച്ചാൽ, നോട്ട് ഓൾ പേരൻസ് ഡിസേർവ് കിഡ്സ് ബട്ട് ഓൾ കിഡ്സ് ഡിസേർവ് എ പേരൻ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലീജിയസ് ബിലീഫ്സ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, ബട്ട് നിങ്ങളാണ് ഒരു ലൈഫിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എടുക്കുന്ന കോൺഷ്യസ് ഡിസിഷനാണ്. അല്ലാതെ കുട്ടിക്ക് അതിൻ്റെ പേരൻസിനെ ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഒരു ലൈഫ് ലോകത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പേരൻ്റായിട്ടുള്ള നിങ്ങളുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ന്യൂബോൺ ബേബീസിന് ഇമ്മ്യൂണിറ്റി എത്ര കുറവായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. ഈ അടുത്ത് കേരളത്തിലെ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി മരിച്ച ഒരു ന്യൂസ് നമ്മളെല്ലാവരും കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, കുത്തിവെപ്പ് എടുത്തിട്ടും കുട്ടികൾ മരിക്കുന്നില്ലെന്ന്. പക്ഷേ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ എടുക്കുന്നവരിലും പണ്ട് എടുക്കാതിരുന്ന കാലത്തും ഇന്നത്തെ കാലത്തെ ചൈൽഡ് ഡെത്ത് റേഷ്യോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്നത്തെ കാലത്തെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ ചില ആൾക്കാർക്ക് എന്തായാലും വേണ്ടില്ല, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ചിന്താഗതി, ഇപ്പം അതിന് കൊണ്ട് ഞങ്ങളുടെ കുട്ടിക്ക് എന്ത് വന്നാലും ഞങ്ങൾ സഹിച്ചോളാം എന്നുള്ള അഹങ്കാരം. പക്ഷെ മിക്കപ്പോഴും നമ്മളുടെ ഇങ്ങനത്തെ പിടിവാശികൾ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇങ്ങനത്തെ അറിവില്ലായ്മയാണോ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ, അതോ അമിതമായ മതവിശ്വാസം കാരണമാണോ എന്നറിയില്ല, ഇതിന് വിക്റ്റിം ആവുന്നത് ഒന്നും അറിയാതെ ജനിച്ച ആ ചെറിയ കുട്ടിയെ തന്നെയാണ്. ഇതിൻ്റെ എന്തെങ്കിലും ദൂഷ്യഫലം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടതും അതിൻ്റെ ലോങ് ടേം എഫക്ട്സ് അനുഭവിക്കേണ്ടതും ആ കുട്ടി തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആൾക്കാർ ഈ 2025 സയൻസിലും വിശ്വസിക്കുക, ആവശ്യമുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുക. അതിന് പേരിൽ ഇനി ഒരു മരണം പോലും കേരളത്തിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ.